ഗൈസ്, മലയാള മീഡിയയിലെ കിടുക്കാച്ചൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മെട്രോ കാഴ്സ് കോഴിക്കോട് മാങ്കാവിലാണ്. ഇവിടുത്തെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. അതും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ വണ്ടികളും ഉണ്ട് ഇവിടെ. ഇങ്ങോട്ട് നോക്കി നിങ്ങള്, കിയന്റെ ഒക്കെ പുത്തൻ വണ്ടിയാണ് കേട്ടോ. അതേപോലെ നല്ല അടിപൊളി ടെറാനോ കിടക്കുന്നുണ്ട്. പിന്നെതാ എല്ലാവരും ആവശ്യപ്പെടുന്ന വണ്ടി ഹോണ്ട സിറ്റി, പിന്നെ ടാറ്റന്റെ നെക്സോണ്, പിന്നെ അതുപോലെ വെന്യൂവിന്റെ ഒരുപാട് കളക്ഷൻസ് ബാക്കിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ 7 സീറ്റർ വേണ്ടവർക്ക് SUV ഉണ്ട്. പിന്നെ ഹോണ്ടന്റെ വണ്ടി, ഫോക്സ് വാഗന്റെ വണ്ടി, ടാറ്റന്റെ വണ്ടി, മാരുതിന്റെ വണ്ടി തുടങ്ങി എല്ലാ ബ്രാൻഡുകളുടെ വണ്ടി ഉണ്ട്. ഇതൊക്കെ പോളോ നല്ല അടിപൊളി അട്രാക്റ്റീവ് കളറിലൊക്കെ വരുന്ന പോളോ, നല്ല ക്വാളിറ്റി വണ്ടി. 2022 വണ്ടി ഫോക്സ് വാഗൻ ടൈഗണ്, പുതിയ വണ്ടിയാണ്. ഇതൊക്കെ യൂസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പറ്റും. യൂസ്ഡ് ഷോറൂമിലേക്ക് കടന്നു വരുന്ന ഒരു ഫീൽ അല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു ന്യൂ കാർ ഷോറൂമിലേക്ക് വരുന്ന അതേ ഫീലോട് കൂടിയാണ് നമുക്ക് ഈ ഷോറൂമിനെ കാണാൻ. റോൾക്കൊന്ന് നോക്കി, ഫുള്ള് വെന്യൂവിന്റെ ആരാധകർക്ക് വേണ്ടി മാത്രം ഒഴിച്ചിട്ട റോ ആണ്. ഏത് വേരിയന്റ് വേണോ, ഓട്ടോമാറ്റിക് വേണോ, മാനുവൽ വേണോ, ഫുൾ ഓപ്ഷൻ വേണോ, മിഡിൽ ഓപ്ഷൻ വേണോ, ലോ വേരിയന്റ് വേണോ, അതൊക്കെ അങ്ങ് തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. ഇങ്ങോട്ട് നോക്കിയാലോ ഇവില് ഇതൊക്കെ കാണാട്ടോ. മെട്രോ കാഴ്സിന്റെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള മിസ്റ്റർ അനക് ബ്രോ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അനകേട്ട മലയാള മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് വരുന്നത് മാങ്കാവ് മീഞ്ചന്ത ബൈപ്പാസിൽ കറക്റ്റ് സെന്റർ ആയിട്ട് തിരുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഷോറൂമിന്റെ അടുത്ത് കോഴിക്കോട് മാങ്കാവില്. അതെ, കോഴിക്കോട് മാങ്കാവ് ബൈപ്പാസിൽ വെസ്പ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ ഷോറൂമിൽ ഏകദേശം എത്ര വണ്ടികൾ അവൈലബിൾ ആണ്? നമുക്കിപ്പോ നിലവിലൂടെ ഒരു 35 മുതൽ 40 വരെ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ ബ്രാൻഡിന്റെ വണ്ടികളുണ്ടോ? എല്ലാ ബ്രാൻഡും. ഇനിയിപ്പോ നമുക്ക് നമ്മളെ കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ കൂടുതലും കേരള വണ്ടിയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മള് ഒരു മിഡ് സെഗ്മെന്റിലുള്ള വണ്ടികളാണ് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ അവര് നോക്കുന്ന എല്ലാ സെഗ്മെന്റിലുള്ള വണ്ടികളും. നമ്മുടെ മെട്രോ കാഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മളെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു 7-8 വർഷമായി നമ്മള് ഈ ഫീൽഡിലുണ്ട്. ഈ ഷോറൂം തന്നെ 4 വർഷത്തിന് മോളായി. തൊട്ടടുത്ത് വേറെ ഷോറൂം ഉണ്ടായിരുന്നു, ചെറിയ ഷോറൂം, അങ്ങനെ തുടങ്ങി വന്നതാ. അപ്പൊ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ ഫ്ലഡോ ടോട്ടൽ ലോസ് ആയിട്ടുള്ള വാഹനങ്ങൾ എടുക്കുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇപ്പൊ എല്ലാവരും മനുഷ്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് മനസ്സിലാക്കുക അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറയാണ്. ഫ്ലഡ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ടോട്ടൽ ലോസ്. ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ. പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ, ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നഷ്ടപരിഹാരം 50,000 രൂപ നഷ്ടപരിഹാരം വെച്ചിട്ട് അവർക്ക് എത്രയാണോ വണ്ടി കൊടുത്ത് ആ വണ്ടി നമ്മൾ റീഫണ്ട് ചെയ്തിട്ട് വണ്ടി എടുക്കും. അഥവാ എന്തെങ്കിലും ചെറിയ അല്ലറ ചില്ലറ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയും. എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ളത് നമ്മൾ എടുക്കാറില്ല. മെയിൻ ക്ലാസ് മോണ്ടും പോസ്റ്റൊന്നും തട്ടിയൊന്നും മാറിയൊന്നും എടുക്കും, ഒരുമിച്ച് മാറിയ മെയിൻ ആയിട്ടുള്ള ആക്സിഡന്റ് ഒന്നും നമ്മൾ എടുക്കാറില്ല. ചെറിയ മൈനർ ആയിട്ടുള്ളത്, ഇപ്പൊ ഡോറോ ഗ്ലാസോ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയും ചെയ്യും ഓപ്പൺ ആയിട്ട്. ഏതൊരു കസ്റ്റമർ, നിങ്ങളൊരു സബ്സ്ക്രൈബർ വന്നാലും ഗ്യാരണ്ടി നമ്മളെ കസ്റ്റമറെ വിശ്വസിച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ മലയാള മീഡിയയിലെ പ്രേക്ഷകർക്ക് എന്താണ് നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റുക? നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റുക പറഞ്ഞാല്, നിങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണെന്നുള്ള ഒരു ഇതും ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രൂഫോ കാണിച്ചില്ല. പ്ലസ് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്നുള്ളതും കൂടി കാണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാം. മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം. അതിന് പുറമെ ഫുൾ ടാങ്ക് ഫ്യൂല്, അതിപ്പോ പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ, രണ്ടിലൊന്നാണെങ്കിലും അത് മലയാള മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്താൽ മാത്രം കിട്ടുള്ളൂ. അപ്പൊ വണ്ടി പർച്ചേസ് ചെയ്യാൻ വരുന്നവര് ഒരിക്കലും അത് മിസ് ചെയ്യരുത് അല്ലേ? അതെന്തായാലും പറയണം, പറഞ്ഞാലാണ് ചെയ്ത് കൊടുക്കാനുള്ള. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെട്ടു തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു 7 സീറ്റർ സ്റ്റാർട്ട് ചെയ്യല്ലേ? XUV 500. CV500 ആണ്. 2018 ലാസ്റ്റ് വണ്ടി. 18 ലാസ്റ്റ് W7 ആണ് വരുന്നത്. W7 ന്യൂ ഷേപ്പ് ആട്ടോ. ന്യൂ ഷേപ്പ് ആണല്ലേ? അപ്പൊ ഏകദേശം എത്ര പ്രൈസ് റേഞ്ച് അന്ന് ഇറങ്ങുമ്പോ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്? ആ സമയത്ത് മാത്രം വണ്ടിക്ക് ഏകദേശം ഒരു 15.25 വന്നിട്ടുണ്ട്. 15.25 ഓണർഷിപ്പ് ഒക്കെ എത്ര വരുന്ന വണ്ടി? എന്തോ ഓണർഷിപ്പ് ഇത് തേർഡ് ആണ്. 65,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 65,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത പക്ക ഷോറൂം ക്വാളിറ്റി വണ്ടി. ഇതുവരെയുള്ള സർവീസ് മുഴുവൻ ഷോറൂമാണ്. 60,000 മേജർ കഴിഞ്ഞ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു പോകുന്ന വണ്ടി. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു വണ്ടിക്കും ഇല്ലാന്ന് ഗ്യാരണ്ടി പറയാല്ലേ? നമ്മൾ ഇന്റീരിയർ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ സീറ്റ് കവർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണു. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം വണ്ടി സർവീസ് ചെയ്തിട്ട്. എയർ ബാഗ് അതുപോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട് അല്ലേ? 8 സീറ്റ് ആണ് വരുന്നത്.
പിന്നെ അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഒക്കെ തരക്കേടില്ലാത്ത ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന വാഹനമാണ്. ടയർ ആവറേജ് ഒരു 50, ഏകദേശം ഒരു 50% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ റിയർ വൈപ്പർ, ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അപ്പൊ നമുക്ക് ഏകദേശം എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്ന 10.25 10.25 കൊടുക്കാം. ഓക്കെ. അപ്പൊ പുതിയ എടുക്കുന്ന കൈ എത്രയോ പ്രൈസ് നമുക്ക് ലാഭമാണ്. പിന്നെ കിലോമീറ്റർ കസ്റ്റമേഴ്സിന് ചെറിയൊരു മാറ്റം കൂടി അതും മലയിൽ മീഡിയ പ്രേക്ഷകർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൈസിന് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. കൂടാതെ ഫുൾ ടാങ്ക് പെട്രോൾ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ടെറാനോ, നല്ല അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയില്. ഫുൾ ബട്ടൺ ടയറാണ്. സ്റ്റെപ്പിന് ഇതുവരെ ഇറക്കിയിട്ടില്ല. ഫുള്ള് ഡീക്രോം ചെയ്ത ബ്ലാക്ക്, അടിപൊളി അട്രാക്റ്റീവ് കളറാണ്. റോഡിലൊക്കെ ഇറങ്ങിയ നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു തരക്കേടില്ലാത്ത ഫാൻസി നമ്പറും. അലോയ്ക്ക് കമ്പനി അലോയാണോ? കമ്പനി അലോയ് ആണ്. അത് ഒരു സിൽവർ ആയിരുന്നു വരുന്നത്. അത് ഫുള്ളി പിയാനോ ബ്ലാക്ക് അടിച്ചതാണ്. ഫുള്ള് ഡീക്രോം ചെയ്ത വണ്ടി. 2017 ലാസ്റ്റ്, 18 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. കളറിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരു വശത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് കിട്ടും. ടെറാനോയ്ക്ക് വരുന്ന ബ്ലാക്കിന്റെ ഒരു പ്രത്യേകതയാണ്. അതൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ സിംഗിൾ ഓണർ ആണ്, 65,000 കിലോമീറ്റർ. പിന്നെ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. സിംഗിൾ ഓണറിൽ മറ്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വാഹനമാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉള്ള വണ്ടി, സിംഗിൾ ഓണർ ഉപയോഗിച്ച വണ്ടി. അപ്പൊ ഡീസൽ ആയതുകൊണ്ട് എത്ര ഏകദേശം മൈലേജ്? ഒരു 15-16 ലെവലിൽ ഗ്യാരണ്ടി മൈലേജ് കിട്ടും. അതിന് മുകളിലേക്കാണ് കിട്ടുക. എന്നാലും നമ്മള് പറയുന്നത് കൂട്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, തീർച്ചയായും. കമ്പനി ഏകദേശം ഒരു 16 പറയുന്നുണ്ടോ? അത്യാവശ്യം മൈലേജും കിട്ടും. ഓട്ടോമാറ്റിക് ആണ്, നല്ല റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ ഏകദേശം എത്ര ചോദിക്കും നമ്മള്? ഇത് നമ്മൾ ചോദിക്കുന്ന 8.5 മാന്യമായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തിയിട്ട് വൃത്തിയിൽ കൊടുക്കുക. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി അന്വേഷിച്ചെടുക്കുന്നവർ തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാഹനത്തിന് ഫിനാൻസ് കിട്ടും. എന്തായാലും 90% വരെ ഒരുവിധപ്പെട്ട എല്ലാ വണ്ടിക്കും നമുക്ക് ഇവിടെ ഉള്ള വണ്ടിക്ക് ഫിനാൻസ് കിട്ടും. 90% വരെ കിട്ടും, ഗ്യാരണ്ടി കിട്ടും. ഫുൾ ലോൺ കയറാൻ സാധ്യത? ഫുൾ ലോൺ കയറും. അത് ഒരു 750 മുകളിലേക്ക് സിവിൽ സ്കോർ ഒക്കെ ട്രാക്കും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അനുസരിച്ച് ബാങ്ക് തീർച്ചയായിട്ടും ഫുൾ ലോൺ കയറാൻ സാധിക്കുന്നവർക്ക് ഫുൾ ലോൺ കയറ്റി കൊടുക്കും. പുത്തം പുതിയൊരു സെൽറ്റോസ് 2020 ആണ്. 47,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ സെൽറ്റോസ്. അപ്പൊ ഡീസൽ പെട്രോളാ? ഇത് ഡീസൽ സെൽറ്റോസ് കിട്ടാനില്ല, അപ്പൊ നിർത്തിയതാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ ഡീസൽ ആയതുകൊണ്ട്. ടയർ ഒരു ഫുൾ ബട്ടൺ ടയറാ വരുന്നത്. ഇത് 17 ഇഞ്ചില് ഏറ്റവും ടോപ്പ് എൻഡിന് വരുന്ന GT ലൈനിന് വരുന്ന അലോയ് ആണ് ചെയ്ത്. ഇത് വേരിയന്റ് വരുന്നത് HTX എന്ന് പറഞ്ഞ വേരിയന്റ്, ഫുള്ളിന്റെ തൊട്ട് താഴെ. അതെ, അതില് ടോപ്പ് എൻഡിന്റെ അലോയും 17 ഇഞ്ച് ടയറും ആണ് ചെയ്തേക്കുന്നത്. 4 ടയറും ഫുൾ ബട്ടൺ ആണ്. സിംഗിൾ ഓണർ, 47,000 കിലോമീറ്റർ ഓടിയ നല്ല ക്ലീൻ വണ്ടിയാണ്. അതിൽ ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട്, ഒരു ഡോർ മാറിയിട്ടുണ്ട്. ബാക്ക് റൈറ്റ് സൈഡ് ബാക്ക് ഡോർ ആണ് റീപ്ലേസ്. ഡോർ മാറ്റിയപ്പോൾ ഗ്ലാസ് റീപ്ലേസ് ഇല്ല, ഗ്ലാസ് മാറിയിട്ടില്ല. ബാക്ക് ഡോർ ആണ് മാറിയിട്ടുള്ളത്, പക്ഷെ അതിൽ ഗ്ലാസ് റീപ്ലേസ് ഇല്ല. അപ്പൊ മേജർ ആക്സിഡന്റ് ഒന്നല്ല, ചെറിയ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഡെന്റ് എന്തെങ്കിലും ചെറിയ ഗിയറിൽ കുടുങ്ങിയാലൊക്കെ ബമ്പർ ടമ്പർ ഇൻഷുർ ആണല്ലോ എല്ലാവർക്കും വരുന്നത്, ക്ലെയിം ചെയ്തെടുക്കുന്നതായിരിക്കും. ഇന്റീരിയർ വശത്തോട്ട് വരികയാണെങ്കിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം വെഹിക്കിൾ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി സ്റ്റീരിയോ, മറ്റേ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ടോ? സീറ്റ് വെന്റിലേഷൻ ടോപ്പിന്. അപ്പൊ എയർ വെന്റിലേഷൻ ആയിരിക്കും വരിക. അതെ, നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ, സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫും വരുന്നുണ്ട്. പിന്നെ റിയർ സൈഡിലാണെങ്കിൽ റിയർ AC വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്ര എയർ ബാഗ് വരുന്നുണ്ട്? ഇതിന് ഡ്യുവൽ എയർ ബാഗ് ആണ് വരിക. ഇതിന്റെ ടോപ്പ് എൻഡിന് 6 എയർ ബാഗ് വരും. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള, നല്ല സ്റ്റെബിലിറ്റി ഉള്ള വാഹനമാണ് കേട്ടോ. ഏകദേശം ഇത് പുതിയത് ഇറക്കുകയാണെങ്കിൽ ഓൺ റോഡ് എത്ര പ്രൈസ് വരുന്നുണ്ട്? ഇപ്പൊ 19.5 ലക്ഷം റുപ്യ വരുന്നുണ്ട്. 19 ലക്ഷം വരുന്നുണ്ട്. ഓക്കെ. ഇനി കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ കൂടല്ലാതെ കുറയൂല. അപ്പൊ ഈ മുതലിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 15-35 ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് 15,15,000 റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കുക. അതില് ഡീസൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക അല്ലെ? ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു. ഫുൾ ടാങ്ക് ഡീസലിന് ഇപ്പൊ അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട് അല്ലെ? ഫുൾ ടാങ്ക് ഡീസലിന് ഒരു ടൂറൊക്കെ പോയി, ഒരു ടൂറൊക്കെ വണ്ടി നേരെ ഡെലിവറി എടുത്ത ഒരു ടൂറൊക്കെ അടിച്ച് പൊളിച്ച് വരാം. നല്ലൊരു അടിപൊളി അട്രാക്റ്റീവ് കളർ പോളല്ലേ, നല്ല ബ്ലൂ കളർ.
അപ്പൊ ഇതൊക്കെ എന്താ ഗിഫ്റ്റ് ഇത് കൊടുക്കാന്നുള്ള ഗിഫ്റ്റ് നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കാലോ, നമ്മുടെ വാക്കിംഗ് കസ്റ്റമറിനും അല്ലെങ്കിൽ മലയാളി മീഡിയന്റെ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും കൊടുക്കാലോ. നമ്മള് ഫുള്ള് ഓഫർ അങ്ങനെ കുത്തി നടക്കാണല്ലേ നമ്മളെ ഷോറൂം. സന്തോഷല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നല്ല അടിപൊളി പോളോയിലേക്ക് കടക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് പോളോ GT ആണ്, 2020 BS6 വണ്ടിയാണ്. 45,000 കിലോമീറ്റർ ഓടിയ, ഓണർഷിപ്പ് കൂടുതലുണ്ട്, തേർഡ് ഓണർ ആണ്. പക്ഷെ കോഴിക്കോട് നമ്പറാണ്, ഫാൻസി നമ്പറാണ്, ഒരു ക്ലെയിമും ഇല്ലാത്ത ഷോറൂം പീസ് വണ്ടി, കമ്പനി വാറണ്ടിയിലുള്ള വണ്ടി. ഇത് പോളോ GT അല്ലേ? അതെ. അപ്പൊ ഏകദേശം മൈലേജ് മൈലേജ് ഒക്കെ ഒരു 10-12 പ്രതീക്ഷിക്കാം. ഈ വണ്ടി ആവശ്യക്കാർക്ക് മനസ്സിലാവും ഇതിന്റെ വാല്യൂ. അത്രേ ഉള്ളൂ. അല്ലേ? കിട്ടാനില്ലാത്ത മുതലാണ്. എറ്റിയോസ്ലീവനൊക്കെ പറയുന്ന പോലെ കിട്ടാനില്ലാത്ത. എറ്റിയോസ്ലീവ ഇറങ്ങുന്ന സമയത്ത് ഉള്ള പ്രൈസിനേക്കായി കൂട്ടിയിട്ടാണ് ഇപ്പൊ മോഹവലിക്കല്ലേ വണ്ടി കൊടുക്കുന്നത്. അപ്പൊ ഈ വണ്ടിക്ക് തീർച്ചയായിട്ടും മോഹവലായിരിക്കും ചോദിക്കുക. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ എല്ലാം വരുന്ന, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ബിൽഡ് ക്വാളിറ്റി ഉള്ള പവറുള്ള വണ്ടിയാണ്. ഒരു 10 റേഞ്ച് മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. നല്ല ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 45,000 കിലോമീറ്റർ. അപ്പൊ നമുക്ക് എത്രക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും? ഈ വണ്ടി നമുക്ക് 10,30,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഓഫർ റേറ്റ് ആണ്. ഈ റേറ്റിൽ നമുക്ക് 2020 വണ്ടി കിട്ടൂല, ഗ്യാരണ്ടി. 10,30,000. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇവിടെ മാർക്കറ്റിൽ 5 ലക്ഷത്തിനും 3 ലക്ഷത്തിനൊക്കെ പോളോ കിട്ടുന്നത്. അത് 2020 നമ്മള് 2014 തമ്മിൽ കമ്പയർ ചെയ്തത്. ഇത് പോളോ GT ആണ്, അത് മനസ്സിലാക്കാം. അതെ അതെ അതെ. ഇതിന് മാക്സിമം ലോൺ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? ഇതിന് മാക്സിമം ലോൺ കിട്ടും. പരിചയപ്പെടാം അല്ലേ? ഇത് വരുന്നത് 2022 വണ്ടിയാണ്. 22. ഇതും ഓട്ടോമാറ്റിക് ആണ്. മിഡിൽ ഓപ്ഷൻ ടൈഗണില് ഹൈലൈൻ ആണ് മിഡിൽ ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ 30,000 കിലോമീറ്റർ ഓടിയ 2 ദിവസം മുന്നേ സർവീസ് തീർത്ത വണ്ടിയാണ്. 30,000 സർവീസ്. അതെ, പക്കാ ഷോറൂം ക്വാളിറ്റി വണ്ടി. നമുക്ക് വണ്ടി കാണുമ്പോ തന്നെ മനസ്സിലാവും. ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഒരു ടച്ചപ്പ് ഇല്ല, ഒരു പെയിന്റിന്റെ ഒരു പൊടി ഒട്ടിട്ടില്ല വണ്ടി. ഡെന്റോ ക്രാക്കോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പുറകോട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡീഫോഗർ, പിന്നെ റിയർ വൈപ്പർ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള വാഹനമാണ്. ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഇതിന് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇതിന് ഏകദേശം നമുക്ക് ഒരു 12 കിലോമീറ്റർ വെച്ചിട്ട് മൈലേജ് ഗ്യാരണ്ടി കിട്ടും. കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടി ഏകദേശം 18 ഉറുപ്പ്യാണ് ഇപ്പത്തെ ഓൺ റോഡ് വില. നമ്മൾ ചോദിക്കുന്നത് 14-20 ആണ്. 14,20,000 രൂപക്ക് കൊടുക്കാം. പുതിയ വണ്ടിയില്ലേ? അതെ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും പുതിയൊരു ടൈഗൺ എടുക്കാം. വാറണ്ടിയിലുള്ള വണ്ടി കേട്ടോ, എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങളൊക്കെ 2026 വരെ വാറണ്ടി ഉണ്ട്. പക്കാ സർവീസ് പാക്കേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി, ഷോറൂം പീസ് വണ്ടി, ഷോറൂം കണ്ടീഷൻ വണ്ടി. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും ഒക്കെ വരുന്ന വാഹനമാണ്. പിന്നെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ സാധിക്കും. അതിന് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 90% മുകളിൽ ഫണ്ടിങ് ചെയ്ത് കൊടുക്കാം. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും 100% ലോണും കിട്ടൂലേ? ഫ്രഷ് എടുക്കാൻ പോകുന്നവർക്ക് ബെസ്റ്റ് ബൈ വണ്ടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഹോണ്ട അമേസ് പരിചയപ്പെടാം. ഡീസൽ പെട്രോളാ? ഇത് ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും ഡീസൽ മറ്റേ ഹോണ്ടന്റെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മൈലേജിൽ നിങ്ങൾ വെറിയുടെ വർഷം മൈലേജ് ആണ്. 24-25 കിലോമീറ്റർ ആണ് എല്ലാവരും മൈലേജ് കിട്ടുന്നത് അറിയാം. അതെ, തീർച്ചയായിട്ടും. ഡീസൽ ഏകദേശം എത്ര മൈലേജ് കിട്ടും? ആ മൈലേജ് നമുക്ക് ഗ്യാരണ്ടി പറയാലോ. ഓക്കെ, അപ്പോ ഏതാ വേരിയന്റ്? ഇത് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ VX ഡീസൽ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടി. ടയറൊക്കെ ഏകദേശം 4 പുത്തൻ ടയറാ ഞങ്ങൾ മാറ്റിയിട്ടതാ. കൊണ്ടുവന്ന് 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 4 പുതിയ ടയർ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഡോക്ടർ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടറൊക്കെ തന്നെയാണ്, നാലും സാധാരണക്കാരൻ തന്നെയാണല്ലോ, മനുഷ്യന്മാർ തന്നെയാണല്ലോ. ഒരു സാധാരണ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് വേണം. ഇപ്പൊ 50,900 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 50,000 ഇപ്പൊ ലാസ്റ്റ് സർവീസും ചെയ്തിരിക്കുന്നു. വേറെ അല്ലാത്ത ക്ലെയിമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. 100% ഗ്യാരണ്ടിയാണ്. ടയറിലേക്ക് കാണണ്ട, 1 വർഷത്തെ പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാം. ഒരു ഫുൾ ടാങ്ക് ഡീസലോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ പറയുന്ന പോലെ മസനോടി ഒരു ഊട്ടിക്കോ എങ്ങോട്ടാച്ചാ പോയിട്ട് വരാം ഉസാറായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇന്ത്യയിലെ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ്, സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അതെ, നല്ല ക്ലീൻ ലെതർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അതും ഷോറൂമിൽ തന്നെ ചെയ്ത സാധനം. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ പുതിയതിന് ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിന് അന്ന് 14.25 വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വണ്ടി കിട്ടാനില്ല. അതെ അതെ അതെ, നമ്മള് ചോദിക്കുന്ന 11.5 ചെറിയൊരു മാറ്റം കൂടി വരുത്തി എന്തായാലും കൊടുക്കാല്ലേ. വണ്ടി ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്, മൈലേജ് ഉള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ, ലോൺ മാക്സിമം ലോൺ വാങ്ങിക്കൊടുക്കും. നല്ല 4 അലോയ് വീൽസ് ഇട്ട് നല്ല അടിപൊളി പോളോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്?
ഇത് വരുന്നത് 2018 മോഡല്, ഓക്കെ ഫുൾ ഓപ്ഷൻ ഹൈലൈൻ പ്ലസ് വേരിയന്റ്. അതില് അലോയ് വീലൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കണു. 37,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 37,000 വെറും 37,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. രണ്ടാൾക്കാരും കോഴിക്കോടാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വരാത്ത നീറ്റ് വണ്ടിയാണ്. ഒന്നുമില്ല. പക്ക ആകെ ഗ്യാരണ്ടി പറഞ്ഞെടുക്കാൻ ഷോറൂമിൽ കൊണ്ട് എവിടെ വേണമെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്യാൻ വണ്ടി. പുറകുവശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ സെൻസറും കാര്യം റിവേഴ്സ് ക്യാമറ വരുന്നില്ല. റിവേഴ്സ് ക്യാമറ വരില്ല. പോളോക്ക് ക്യാമറ വരുന്നില്ല, സെൻസർ മാത്രമേ വരുള്ളൂ. സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ക നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വണ്ടി. ഓക്കെ, നല്ല ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി വേണമെങ്കിൽ ഒന്ന് കഴുകി പോളിഷ് ചെയ്താൽ ഒന്നും കൂടി ഒന്ന് കുട്ടപ്പനായില്ലേ? അതെ, തീർച്ചയായിട്ടും. ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ വന്നാല് നല്ല സീറ്റ് കവേഴ്സും സ്റ്റീരിയോ ഒക്കെ വരുന്ന വാഹനമാണ്. ഏകദേശം നമ്മള് എത്ര ചോദിക്കുന്ന വണ്ടിക്ക്? ഇത് നമ്മൾ ചോദിക്കുന്നത് 7,35 ഫൈനലി നിങ്ങളെ വീഡിയോക്ക് വെച്ചിട്ട് നമുക്ക് 7,20 കൊടുക്കാം. പുത്തൻ പുതിയ ബാറ്ററി ഇട്ടിക്കണ്, 5 കൊല്ലം വാറന്റി ഉള്ള. ഞാൻ ഭാഗത്തേക്ക് കണ്ട ഫ്രണ്ടിൽ 2 ടയർ പുത്തനാണ്, ബാക്ക് 2 ടയർ കുറച്ച് ആവറേജ് ആണ്. വണ്ടി പക്ക 100% വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള പോളോ തിരഞ്ഞെടുക്കുന്നവർക്ക് പറ്റിയ വാഹനം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് സാധാരണക്കാരന് പറ്റിയ ഒരു ചെറിയ വാഹനം പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് നമ്മളെ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന BS6 ടാറ്റ തിയാഗോ, ഏറ്റവും ഫുൾ ഓപ്ഷൻ XZA+, മറ്റേ അലോയ് വീലൊക്കെ വരുന്നുണ്ട്, എല്ലാ സാധനം വരുന്ന 9,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 9,000 ഓടിയിട്ടുള്ളൂ. 2021 മോഡല്, വെറും 9,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. അപ്പൊ നമുക്ക് സൈഡ് പ്രൊഫൈലൊക്കെ വരികയാണെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ വൈപ്പർ, ഡീഫോഗർ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന റിവേഴ്സ് ക്യാമറ അടക്കം വരുന്നുണ്ട്. ഓക്കെ, നല്ല തരക്കേടില്ലാത്ത ബോഡി കോട്ടുള്ള വണ്ടിയാണ്. ഒരു 1ന്റെ കുറവുണ്ടല്ലേ വണ്ടിക്ക്? 1ന്റെ കുറവുണ്ട്. അതേ ഇതിലൊരു കുറവ് കാണുന്നുള്ളൂ. നമ്മൾ ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം വണ്ടിയുടെ ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ? നല്ല അടിപൊളി സ്റ്റീരിയോ തുടങ്ങി എല്ലാ ഫീച്ചേഴ്സും, അർമാന്റെ സ്റ്റീരിയോ, അർമാന്റെ സ്പീക്കേഴ്സ്, ട്യൂട്ടേഴ്സ്, എല്ലാ സാധനവും വരുന്ന പക്കാ വണ്ടി. കമ്പനി കൊടുക്കുന്ന കമ്പനി ഒറിജിനൽ. എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമ്മൾ അത്ര വലിയ പ്രൈസ് ഒന്നും ചോദിക്കുന്നില്ല അല്ലെ വണ്ടിക്ക്? ഇല്ല, നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ 6.5 ഇപ്പൊ ഓഫർ കഴിഞ്ഞിട്ട് 8.25 ലക്ഷം റുപ്യാണ് ഓൺ റോഡ് വില. പുതിയതിന് 9,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടിയാണ് ആ പുതിയ ഫ്രഷ് എടുക്കുന്നതിനെക്കാട്ടും ഒരു കസ്റ്റമർക്ക് മെച്ചം. അപ്പൊ ഒരു 1.5 ലക്ഷം രൂപയോളം നമുക്ക് രണ്ട് കൂടുതൽ. ഇപ്പൊ ശരിക്കും ഓഫർ ഉള്ളതിനെ കൊണ്ടാണ് ഈ 8.25, അല്ലാതെ 9ന്റെ മേത്തിലാണ് വണ്ടിന്റെ വില. ഇയർ ബാക്ക് വണ്ടി വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ കൊണ്ട് ഓഫർ കിടക്കുന്നുണ്ട്. നല്ല തിരക്കേടില്ലാത്ത വണ്ടിയാണ്, മാക്സിമം ലോണും കയറൂല്ലേ? അതെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ടിയാഗോനെ പരിചയപ്പെടാം. ഇത് കുറച്ച് മോഡൽ കൂടിയ വണ്ടിയാണോ? അല്ല, ഇത് രണ്ടും ഒരേ 2021 തന്നെയാ. ഇത് മാനുവൽ ആണ്, നേരത്തെ കണ്ടത് ഓട്ടോമാറ്റിക് ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഏകദേശം എത്ര മൈലേജ് കിട്ടും ഇതിന്? മാനുവലിന് ഏകദേശം ഇപ്പൊ ഒരു 17-18 ലെവലില്, ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒരു 15ന്റെ ചോട 14-15 ആയിട്ട്. ടയറും അതേപോലത്തെ ഇതേ ഓപ്ഷൻ തന്നെയാണോ? സെയിം ഓപ്ഷൻ ആണ്. ഇത് 22,000 കിലോമീറ്റർ ഓടിക്കണു, മറ്റേത് ഈ ആകെ 9,000 ഓടിയുള്ളൂ. വ്യത്യാസം ഉണ്ട്. അതെ അതെ. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെ വരുന്നത്. പിന്നെ നമ്പറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നമ്പർ തന്നെയാണ്. പിന്നെ റിവേഴ്സ് ക്യാമറ തൊട്ട് എല്ലാ ഫീച്ചറും വരുന്നതാണ്. ഇതിന് ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടില്ലല്ലോ മറ്റേതിനെ അപേക്ഷിച്ച്? ഇല്ല, ഷോറൂം സീറ്റാണ്, കമ്പനി സീറ്റ് തന്നെയാണ് വരുന്നത്. സെയിം ഫീച്ചേഴ്സോട് കൂടി വരുന്ന വണ്ടിയാണ്. അപ്പൊ ഇതിന് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 6.15 6.15. അതെ, 6 ലാസ്റ്റ് കൊടുക്കുക. അതിൽ 1 വർഷത്തെ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക. ഡ്യുവൽ ടോൺ ആണ് വണ്ടി വരുന്നത്, വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ചെറിയ ഫാമിലിക്കും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ടെറാനെ പരിചയപ്പെടാം. ഇതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇതും ഡീസൽ ഓട്ടോമാറ്റിക്. 15 കിലോമീറ്റർ മൈലേജും കിട്ടും. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് ഏറ്റവും ഫുള്ള് പ്രീമിയം. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ്. 62,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ. ഇതിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ സ്ക്രാച്ചോ ഡെന്റോ ഒന്നും കാണാൻ സാധിക്കില്ല. കറക്റ്റ് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇതൊരു 65-70% ടയർ ഗ്യാരണ്ടി ഉണ്ട്. നല്ല അടിപൊളി ക്രോമിയം ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ പുറകില്? നമ്മള് സൈഡിൽ ഡോറിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തിക്കണു. അപ്പോ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. ആ പേടി പേടിക്കണ്ടല്ലേ? ഓക്കെ, നല്ല ഡയമണ്ട് കട്ട് അലോയ് വീലൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ഒന്നും തരക്കേടില്ലാത്ത ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സീറ്റ് കവറും കാര്യങ്ങളും കമ്പനി ലെതർ സീറ്റ് ആണ് വരുന്നത്. കമ്പനി സീറ്റ് വരുന്നുണ്ട്, സ്റ്റീരിയോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പൊ എത്രയാണ് നമ്മൾ ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ചെറിയൊരു മാറ്റം വന്നതിനെ കൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്നത് 8.35. 8,35,000. അതെ, ബാക്കി ഒരു 8,10,000 ലെവലിലൊക്കെ ലാസ്റ്റ് കൊടുക്കുക. നിങ്ങളെ
സബ്സ്ക്രൈബേഴ്സിന് മലയാളം മീഡിയ സബ്സ്ക്രൈബേഴ്സിന് 8,10,000 രൂപ ലാസ്റ്റ് ആക്കി കൊടുക്കാം. അതെ, അതിൽ ഫുൾ ടാങ്ക് ഡീസലും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ നെക്സ്റ്റ് സൈഡ് നല്ല അടിപൊളി കളറ്, അതെ, അതും നല്ല അടിപൊളി അലോയി. അതെ അതെ. വെന്യൂ ഇവിടെ കുറെ വെന്യൂന്റെ കളക്ഷൻ ഞാൻ കണ്ടു. അതിൽ ഇതാണ് എനിക്ക് ഇഷ്ടമായത്, നല്ല കളറും അലോയി വീലും. ഇത് ഏതായിരുന്നു വേരിയന്റ്? ഇത് വരുന്നത് എസ് എന്ന് പറയുന്ന വേരിയന്റാ വരുന്നത്. ഇത് IMT ആണ് വരിക. ക്ലച്ച് ഇല്ലാത്ത വണ്ടി, ക്ലച്ച് ഇല്ലാത്ത മാനുവൽ. അപ്പൊ ലേഡീസ് ഒക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം, ഗിയർ മാറി ഉപയോഗിക്കാം. പിന്നെ ഇതിന് വല്ല റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. 23,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർ, 2021 മോഡൽ വണ്ടി. ഓക്കെ ഓക്കെ, നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ. ഈ കളറും അതുപോലെ തന്നെ ഈ അലോയും കൂടി ചേരുമ്പോ. ഇതിപ്പോ ടർബോ അല്ലേ വരുന്നത്? ഇത് ടർബോ ആണ് വരുന്നത്, 1000 cc ടർബോ. ഓക്കെ, അപ്പൊ മൈലേജ് ഏകദേശം എത്ര പ്രതീക്ഷിക്കും? ഒരു 12? ഇതിന് ഏകദേശം ഒരു 12 to 14 ആവറേജ് ആയിട്ട് കിട്ടും, മൈലേജ് കിട്ടൂല്ലേ. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ തരക്കേടില്ലാത്ത ഇന്ത്യയുടെ തന്നെയാണ്. കമ്പനി സ്റ്റീരിയോ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. നല്ല സ്റ്റെബിലിറ്റി ഉള്ള വാഹനമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഏകദേശം ഇത് പുതിയത് ഇറക്കുന്ന സമയത്ത് എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിന് ഏകദേശം 12.25 ഉറുപ്പ്യ വരുന്നുണ്ട് പുതിയതിന്റെ. അതെ, നമ്മൾ ചോദിക്കുന്നത് ഒരു 9 ഉറുപ്പ്യാണ്. ഒരു മാറ്റം കൂടി വരുത്തി കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം, മാക്സിമം ലോണും കിട്ടും. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള വാഹനം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ടാറ്റയുടെ നെക്സോൺ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് നെക്സോണിലെ ഏറ്റവും ടോപ്പ് എൻഡ് ലെക്സ് എഡിഷൻ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. സെയിം കളർ അല്ലേ? ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് അടക്കം വരുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്കില് 17,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 17,000 ഡീസലിൽ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇതിന് എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? ഇതിന് മുമ്പ് ഒരു 17-18 കിലോമീറ്റർ ആവറേജ് കിട്ടും. കിട്ടൂല്ലേ? മൈലേജിന്റെ ആരിൽ വെറീഡ് ആവണ്ട, മൈലേജും ഉണ്ടാവും, കംഫർട്ടും ഉണ്ടാവും കേട്ടോ. പുറകോട്ട് വരികയാണെങ്കിൽ ഡീഫോഗർ, പിന്നെ റിയർ വൈപ്പർ തൊട്ട് റിവേഴ്സ് ക്യാമറ വരുന്നില്ലേ? എല്ലാ സാധനവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതിൽ നിങ്ങൾ വെറീഡ് ആവണ്ട. ഇത് കമ്പനി വാറണ്ടിയിലുള്ള വണ്ടിയാണ്. 2024 സെപ്റ്റംബർ വരെ കമ്പനി വാറണ്ടിയിലുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാം. 12 ലക്ഷം റുപ്യക്ക് ലാസ്റ്റ്. 12 ലക്ഷം റുപ്യക്ക് ലാസ്റ്റ് നമ്മള് 12-20 ലെവലിൽ വെച്ചിട്ടുള്ള വണ്ടിയാണ്. 12 ലക്ഷം റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. മലയാളം മീഡിയ പ്രേക്ഷകർക്ക് 12 ലക്ഷം അവർക്ക് മാത്രമേ ഉണ്ടാവും. പിന്നെ ഫുൾ ടാങ്ക് ഡീസലും അത് വേറെ. എല്ലാ ഫീച്ചേഴ്സോടും ലോണും കിട്ടും. തീർച്ചയായും മാക്സിമം ലോണും കിട്ടൂലേ? ഓക്കെ, നല്ല ട്രാക്കും കാര്യങ്ങളുള്ള കസ്റ്റമർ ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഡീസൽ വണ്ടി സ്വന്തമാക്കാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് റെനോൾട്ടിന്റെ കൈഗർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2021 മോഡൽ വണ്ടി, 15,000 കിലോമീറ്റർ ഓടിയ കൈഗറില് AMT ഗിയർ ബോക്സിൽ ഫുൾ ഓപ്ഷൻ RXZ വേരിയന്റ്. ഏറ്റവും ടോപ്പ് എൻഡ് അത് AMT ഗിയർ ബോക്സിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. AMT ഗിയർ ബോക്സിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇതിൽ ടർബോ CVT പറഞ്ഞിട്ട് വേറൊരു സാധനം കൂടി വരുന്നുണ്ട്. അതും ഫുള്ളാണ്, ഇതും ഫുള്ളാണ്. സെയിം ഫീച്ചറാ വരിക. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഇതിന്റെ ടയറൊക്കെ അടിപൊളി അട്രാക്റ്റീവ് അലോയല്ലേ വരുന്നത്? ഇതിന്റെ ബ്ലൂ കളറിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് തന്നെ അലോയിലും കൊടുത്തതിനെ കൊണ്ട് കാഴ്ച നൈസ് ആയിട്ട് ഒരു ബ്ലൂ ഡിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പക്ക ഷോറൂം പീസ് വണ്ടി. 15,000 കിലോമീറ്റർ ഓടിയ അൺടച്ച് വണ്ടി. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, നമുക്ക് ഗ്യാരണ്ടി പറയാം. ഗ്യാരണ്ടി പറയാം. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ ആണ്. ഇതിന് ഏകദേശം എത്ര പ്രൈസ് വരുന്നുണ്ട്? ഇത് ഷോറൂമിൽ ഏകദേശം 11,500 ഉറുപ്പ്യ വരുന്നുണ്ട്. ഓൺ റോഡ് നമ്മൾ ചോദിക്കുന്നത് 7,20,000. 7,20,000 രൂപ ചോദിക്കുന്നുള്ളൂ. അതിൽ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ വെന്യൂവിന്റെ ഒരു ചാകര നമുക്ക് കാണിച്ചു തരാം. 5 വെന്യൂ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. റെഡ് കളറില്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുന്നത് 2021 ആണ്. സിംഗിൾ ഓണർ S+ വേരിയന്റ്. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 22,000 കിലോമീറ്റർ ആണ്. ഇത് നമ്മൾ ചോദിക്കുന്ന പോട്ടെ 8.5 ലക്ഷം റുപ്യ ലാസ്റ്റ് കൊടുക്കുക. ആവറേജ് ടയറും വരുന്നുണ്ട്. ഫസ്റ്റ് കമ്പനി ടയർ ആണ്. കമ്പനി വാറണ്ടിയിലുള്ള വണ്ടി. 2024 വരെ കമ്പനി വാറണ്ടിയുള്ള വണ്ടി അല്ലേ? നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത് നല്ല അടിപൊളി കളറും ഒരുപാട് സിൽവർ ബീഡിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സാധാരണക്കാർ ഓരോ ജോലിയാണെന്നുള്ളത്. നമ്മളിനി അത് പറഞ്ഞിട്ട് അത് വലിയൊരു സംഭവമായിട്ട് നമ്മൾ കാണില്ല. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ്, കമ്പനി സ്റ്റീരിയോ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന വാഹനമാണ്. 8,50,000 റുപ്യ ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. അതിൽ ഫുൾ ടാങ്ക് പെട്രോളും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വൈറ്റ് കളർ പരിചയപ്പെടാം. ഇത് സെയിം വേരിയന്റ് ആണോ? അല്ല, ഇത് അതിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 9,000 കിലോമീറ്റർ ഓടിയ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത
പക്ക സിംഗിൾ ഓണർ 2021 വണ്ടി തന്നെ. 8,25,000 റുപ്യ കൊടുക്കാം. വെറും 9,000 ഓടി വണ്ടി. വെറും 9,000 ഓടി വണ്ടി. സീറോ ക്ലെയിം. ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് 8 ലക്ഷത്തി അതിൽ മാക്സിമം ലോൺ ചെയ്യാൻ ലോൺ ചെയ്ത് കൊടുക്കാം. 7,000 റുപ്യ വരെയൊക്കെ ലോൺ കിട്ടും. അല്ലേ? നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തതാണ്. സീറ്റ് കവർ ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഭാഗത്തേക്ക് നോക്കണ്ട. നല്ലൊരു പുത്തൻ പുതിയ വണ്ടി എടുക്കുന്ന പോലെ നമുക്ക് ഡെലിവറി എടുത്ത് പോവാം. അത്രേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും വെന്യൂ നല്ല ഡയമണ്ട് കട്ട് അലോയ് വീൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക്. വെന്യൂല് ഏറ്റവും ടോപ്പ് ഉണ്ട്. അതെ. ടർബോ വരുന്ന 1000 cc ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ആ ഒരു ഭംഗി നല്ലൊരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. സൺറൂഫ് അടക്കം വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളും ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സിൽവർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെയും ഒരുപാട് സിൽവർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിയർ വൈപ്പർ വരുന്നില്ല അല്ലെ? ഇത് ഓട്ടോമാറ്റിക്കിന് റിയർ വൈപ്പർ വരുന്നില്ല. മാനുവൽ വരുമ്പോ റിയർ വൈപ്പർ വരുന്നുണ്ട്. സൺറൂഫ് വരുന്ന വണ്ടിയാണ്. നാവിഗേഷനും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ്. 25,000 കിലോമീറ്റർ ഓടിയ. ഇതും 2021 11 മാസം വണ്ടിയാണ്. 24 11 മാസം വരെ വാറന്റി ഉണ്ടാവും. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. മുമ്പില് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ് അത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ഡയമണ്ട് കട്ട് അലോയ് വീല്. ടയർ ഏകദേശം ഒരു 50% ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്താണോ? എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളി ആംബിയന്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് ഡ്രൈവ് ചെയ്യുന്നവരെ നമ്മൾ ചോദിക്കണേ. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 11,500 റുപ്യാണ്. 11.5 ലക്ഷം രൂപ. അതെ. നമുക്ക് നല്ല മാന്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്തിയിട്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു വെന്യൂ പരിചയപ്പെടാം. സെയിം കളർ. അതെ. ഇത് KL10 രജിസ്റ്റർ ആണ്. മലപ്പുറം രജിസ്റ്റർ ആണ്. ഇത് വന്നിട്ട് 50,000 കിലോമീറ്റർ ഓടിക്കണു. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി വേരിയന്റ് ഇത് വരുന്നത്. എസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഒരു 9,000 കിലോമീറ്റർ കണ്ട് വണ്ടിന്റെ അതേ സെയിം വേരിയന്റ് വരുന്നത്. ഇതിലും ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒരു എക്സ്ട്രാ ചെയ്ത് കൊടുത്തിക്കണം. ഇത് നമുക്ക് 7.5 ലക്ഷം റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. 7.5 ലക്ഷം റുപ്യക്ക് വെന്യൂ കൊടുക്കാം. 20 മോഡൽ 21 രജിസ്റ്റർ ആണ് വരുന്നത്. ഇനി അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വണ്ടി കൂടിയാണ് മാർക്കറ്റിൽ. നല്ല തിരക്കേടില്ലാത്ത വാഹനമാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് തന്നെയല്ലേ? എക്സ്ട്രാ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ബോഡിയിൽ തന്നെയാണല്ലേ? ബോഡിയിലായിരുന്നു. ആ എസ്സിൽ ബോഡിയിലാണ് വരിക. എസ് പ്ലസ് വരുമ്പോൾ മിററിൽ വരില്ല. അപ്പൊ നമ്മൾ ആസ്കിംഗ് പ്രൈസ് 7.5 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഇതേ വേരിയന്റ് വണ്ടിക്ക് തന്നെ എച്ച് പ്രോമിസിൽ ഉണ്ടായ എച്ച് പ്രോമിസിലൊക്കെ 8-8.25 ചോദിക്കുന്നത്. നമ്മൾക്ക് 7,000 റുപ്യ കൊടുക്കും. മാക്സിമം ലോൺ ഒരു 7 റുപ്യ 7.20 വരെ സുഖമായിട്ട് ലോൺ വാങ്ങാം. ചെറിയ ഡൗൺ പേയ്മെന്റിൽ വണ്ടി അടിപൊളി. പിന്നെ ആദ്യം കണ്ട പോലെ തന്നെ അടിപൊളി റെഡ് കളറിൽ. ഇത് വേരിയന്റ് ഏതായിരുന്നു? ഇത് SX വേരിയന്റ് ആണ്. ഫുള്ളിന്റെ തൊട്ട് താഴെ കീ സ്റ്റാർട്ട് ആയിരിക്കുന്നത് മാത്രം. സൺറൂഫ് വരും. കീ സ്റ്റാർട്ടും ബാക്ക് വൈപ്പറും ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചറും കാര്യങ്ങളൊക്കെ വരും. ഡയമണ്ട് കട്ട് അലോയ് തൊട്ടിട്ട് ഏകദേശം ഒരു എത്ര ടയർ വരുന്നുണ്ട്? 50% ടയറും വരുന്നില്ലേ? പുറകുവശത്തോട്ട് വെക്കുകയാണെങ്കിൽ ഡിഫോഗർ എല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഒക്കെ വരില്ലേ? ക്യാമറ സെൻസറും കാര്യങ്ങളും വരും. കമ്പനി സ്റ്റീരിയോ വരും. 2020 മോഡൽ 21 രജിസ്ട്രേഷനിൽ വരുന്ന SX പെട്രോൾ ടർബോ സൺറൂഫ് വരുന്ന വണ്ടി. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ഇത് നമ്മളെ കസ്റ്റമേഴ്സിന് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 9 ലക്ഷം റുപ്യ ലാസ്റ്റ് കൊടുക്കാം. 9 ലക്ഷം രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇതും ഏകദേശം ഒരു 90-95% ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. മാക്സിമം ഫണ്ടിങ്ങിൽ വണ്ടി ചെയ്ത് കൊടുക്കുക. നല്ല ട്രാക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫുള്ള് ലോണിലെ വണ്ടി ഉണ്ടാവും. അതെ. അപ്പൊ ഒരുപാട് വണ്ടി ഇനി പുറത്ത് കിടക്കുന്നുണ്ട്, നമുക്ക് കാണിക്കണം. അപ്പൊ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീട് 2 പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു അടിപൊളി ഒരു പാർട്ടുമായിട്ട് കാണുവരേക്കും ഗുഡ് ബൈ.